ലോർഡ്. ബ്ലെസ്സിംഗ് കർണാടക TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലും ആയിരുന്നു എന്നറിയുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന വിഷയം രക്ഷയുടെ സന്തോഷം. സങ്കീർത്തനം 51:12. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ദാവീദ് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 51 സങ്കീർത്തനം. അതിന്റെ 12 വാക്യത്തില് അവൻ എന്നതാ പറയുന്നത്? രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമെന്ന്. ചെറിയ പ്രായത്തിലെ അഭിഷേക തൈലം വീണ വ്യക്തിയാണ്. സിംഹത്തെയും കരടിയെയും വലിച്ചു കീറിയ വ്യക്തിയാണ്. ഗോലിയാത്തിനെ ഒരേ കല്ലുകൊണ്ട് എറിഞ്ഞ് താഴെ വീഴ്ചതാണ്. പ്രിയ മക്കളെ, ആ ദാവീദ് അവന്റെ ജീവിതത്തിൽ അവൻ പാപം ചെയ്തപ്പോൾ അവനിൽ നിന്നും രക്ഷയുടെ സന്തോഷം പോയി. ആ സന്തോഷം എനിക്ക് തിരികെ തരണമെന്നും പറഞ്ഞ് അവൻ കരയുകയാണ്. അതുപോലെ തന്നെ പാപം ചെയ്യുമ്പോൾ നമ്മളിൽ നിന്നും ഈ സന്തോഷം എന്ത് ചെയ്യും? മാറിപ്പോകും. അങ്ങനെ അവൻ പാപം ചെയ്തപ്പോൾ അവനിൽ നിന്നും ആ സന്തോഷം നഷ്ടപ്പെടുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ അവൻ പാപം ചെയ്തു. അപ്പോൾ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമെന്നും പറഞ്ഞ് അവൻ പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 51 സങ്കീർത്തനം. നമ്മളും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ എന്തെങ്കിലും പാപമോ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ച്, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, എന്നിൽ ഇന്ന സംഭവം വന്നിട്ടുണ്ട്, അല്ലെ ഇന്നതുപോലെ ഞാൻ പറഞ്ഞു, അല്ലെ പ്രവർത്തിച്ചു, എന്നോട് ക്ഷമിക്കണമേ, ഇനി ഞാൻ അത് ആവർത്തിക്കത്തില്ല, ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കത്തില്ല, നിന്റെ മകളായി നിന്റെ മകനായി ഞാൻ ജീവിക്കുമെന്ന് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കണം. ആ സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവം കേട്ടില്ല എന്നും പറഞ്ഞിരിക്കത്തില്ല. ദൈവം നമ്മുടെ കണ്ണുനീര് കണ്ട് ഒരു ചുവട് പോലും മുൻപോട്ട് പോകാത്ത ദൈവമാണ്. നമ്മൾ കരഞ്ഞ് ദൈവസന്നിധിയില് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 26 മുതൽ 39 വരെയുള്ള വാക്യം, അതിൽ 8-ാം അധ്യായം 39 വാക്യം, അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. അവന് ഒരു റാണിയുടെ ഖജാൻജിയാണ്. അവൻ ഭയങ്കര ഓഫീസറാണ്. അവന് ഒരു കുറവുമില്ലാത്തവനാണ്. എങ്കിലും അവനിൽ ഒരു കുറവുണ്ട്. അവന് വചനം ഒന്നും അറിയത്തില്ലായിരുന്നു. വചനം അറിയത്തില്ല. എങ്കിലും അവൻ ദൈവത്തിന്റെ ആരാധനയ്ക്കായിട്ട് അവൻ പോകും. അത് വളരെ ദൂരം എത്യോപ്യയിൽ നിന്നും ഇസ്രായേലിലേക്ക് അവൻ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പോയി തിരിച്ചു വരുന്ന വഴി അവൻ എന്ത് ചെയ്തുകൊണ്ട് വരികയാണ്? ഒരു മൂലയിലോട്ട് മാറിയിരുന്ന് ഉറങ്ങിക്കൊണ്ട് അവൻ വന്നില്ല. പേപ്പർ വായിച്ചോണ്ടാണ് വന്നില്ല. അവൻ വന്നത് ബൈബിള് വായിച്ചോണ്ടാണ് വന്നത്. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവൻ വായിച്ചോണ്ട് വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനോട് പറയുന്നു, നീ ഗസയ്ക്കുള്ള നിർജ്ജനമായ സ്ഥലത്തേക്ക് പോക എന്ന് പറഞ്ഞു. പോക എന്ന് പറഞ്ഞ ഉടനെ അവൻ ഓടിപ്പോകുമ്പോൾ ഒരു എത്യോപ്യൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ വായിക്കുന്ന ഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ്. അവൻ അടുത്ത് ചെന്നിട്ട് ഉടനെ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് പറയുന്നു, നീ അടുത്ത് ചെല്ലാൻ പറഞ്ഞു. അടുത്ത് ചെന്നു. ഇവൻ ചോദിക്കുന്നു, നീ വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരുത്തര് പൊരുൾ തിരിച്ചു തരാൻ ഇല്ലാതെ എനിക്ക് എങ്ങനെ മനസ്സിലാകാനാണെന്ന് അവൻ ചോദിക്കുന്നു. പ്രിയ മക്കളെ, പ്രിയ സഹോദര, അവൻ എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഒരു വശത്തേക്ക് മാറി ഇരുന്നു കൊടുത്തു. കേറി ഫിലിപ്പോസ് അവന്റെ അടുത്തിരുന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ മരണം വരെയും ഉയർപ്പ് മുതൽ സ്വർഗാരോഹണം ചെയ്ത വിഷയം വരെയും അവനെല്ലാം വീണ്ടും തിരിച്ചു വരുമെന്നും യേശുവിന് വേണ്ടി എല്ലാ കാര്യങ്ങളും, യേശുവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവൻ ആരോട് പറഞ്ഞു കൊടുത്തു?
ഈ കഞ്ചുക്കയോട് പറഞ്ഞു കൊടുത്ത് അവൻ ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര ഒരു തടാകം കണ്ടു. തടാകം കണ്ട ഉടനെ അവൻ വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടി നിർത്തി. എനിക്ക് ദീക്ഷാസ്നാനം തരാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഒരു തടസ്സവുമില്ല, നീ വിശ്വസിക്കുന്നെങ്കിൽ തരാമെന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും വണ്ടി നിർത്തി അവിടെ തടാകത്തിൽ ഇറങ്ങി അവൻ ദീക്ഷാസ്നാനം കൊടുത്ത് മേളിൽ കയറി വന്നപ്പോൾ അവൻ ഓടിപ്പോയത് കൊണ്ട് ഒരാത്മാവിനെ തേടിയാണ് അവൻ ഓടിപ്പോയത്. നീ എത്ര ആത്മാവോട് ദൈവത്തിന്റെ കാര്യം പറയുന്നുണ്ട്? നീ നിന്നെ തന്നെ ശോധന ചെയ്ത് നോക്ക്. അവനൊരാത്മാവിനെ തേടി, ഞാൻ കാട്ടിലേക്ക് എന്തിനു പോണം, അയ്യോ ഞാൻ ഒറ്റയ്ക്ക് പോകത്തില്ല, എൻ്റെ കൂടെ ഒരാളെ കൂടെ വിട എന്നൊന്നും അവൻ പറഞ്ഞില്ല. അവൻ ഒറ്റയ്ക്ക് ഓടിപ്പോയി അവന് നല്ല രക്ഷയുടെ അനുഭവം അവൻ്റെ ജീവിതത്തിൽ ആ ഷണ്ണന് കിട്ടി. അവൻ വെള്ളത്തിൽ നിന്നും കയറി മുകളിൽ വന്നപ്പോൾ ഫിലിപ്പോസിനെ കാണാനില്ല. ഫിലിപ്പോസ് പറന്നുപോയി. ഓടിപ്പോയത് കൊണ്ട് അവൻ എന്തായി? പറന്നുപോയി. ദൈവത്തിന്റെ ആത്മാവ് അവനെ എടുത്തോണ്ട് പോയി. പ്രിയ സഹോദര സഹോദരി, ഈ ഫൈനാൻസ് മിനിസ്റ്റർ, അതായത് ഷണ്ണൻ, അവന് എത്ര സന്തോഷത്തോടെ അവൻ വെള്ളത്തിൽ നിന്നും കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. അവൻ്റെ ജീവിതത്തിൽ അവൻ അന്നാണ് അവൻ വലിയ പണക്കാരനാണ്. കോടി ദുഡ് എണ്ണുന്നവനും കൊടുക്കുന്നവനും വാങ്ങുന്നവനുമാണ്, എല്ലാമാണ്. അവൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ലായിരുന്നു. അവന് സന്തോഷം കിട്ടിയത് കർത്താവിനെ സ്വന്തം രക്ഷകനാക്കി സ്വീകരിച്ച് സ്ഥാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൽ എന്താ സന്തോഷം ഉണ്ടായെന്ന് നോക്കിയേ. അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷകനാക്കി സ്വീകരിക്കണം. നീ സ്വല്പം കുടിച്ചത് കൊണ്ടോ, ഒരു ബീഡി സിഗരറ്റും വലിച്ചത് കൊണ്ടോ, അല്ലെ വേറെ എന്തെങ്കിലും ഹീനകൃത്യങ്ങൾ നീ ചെയ്തത് കൊണ്ടോ നിന്റെ ജീവിതത്തിൽ യാതൊരു സന്തോഷവും കിട്ടത്തില്ല. ഒരു സീരിയൽ നോക്കി സന്തോഷിച്ചുകൊണ്ടോ, ഒരു പിക്ചർ നോക്കി സന്തോഷിച്ചുകൊണ്ടോ നിന്റെ ജീവിതത്തിൽ യാതൊരു സന്തോഷവും കിട്ടുകയില്ല. എൻ്റെ പ്രിയ മക്കളെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, പ്രിയ സഹോദര സഹോദരി, പ്രിയ മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം കിട്ടുന്നത് ദൈവസന്നിധിയിൽ മാത്രമാണ്. ആ സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് അനുഭവിച്ചു നോക്കിയവർക്ക് അറിയാം. അനുഭവിക്കാത്തവരോടെ എത്ര നല്ലതാണ് ഈ ബിരിയാണി, നല്ലതാന്ന് പറഞ്ഞാൽ അവർക്ക് എന്നാ അറിയാം? അവർക്കറിയത്തില്ല. അവരത് അനുഭവിച്ചു നോക്കിയാൽ അയ്യോ നല്ലതാണ്, ആൻറ്റി തന്ന ബിരിയാണി നല്ലതാണ്, അവരുടെ വീട്ടിൽ നിന്ന് കഴിച്ച ബിരിയാണി നല്ലതാണ്, അല്ലേ മൈസൂർ പോക്ക് നല്ലതാണ്, അല്ലേ ആ കൊഴുക്കട്ട നല്ല കൊഴുക്കട്ടയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകണമെന്ന് വരികിൽ നമ്മൾ അനുഭവിച്ച് നോക്കിയാലേ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ നിങ്ങളിത് അനുഭവിച്ച് നോക്കണം. അനുഭവിക്കാത്തവർ ചില വീടുകളിൽ എങ്ങനെയാന്ന് ചോദിച്ചാൽ മക്കളുടെ കല്യാണമൊക്കെ വരുമ്പോഴത്തേക്ക് ധൃതിയിലാണ് അവർക്ക് സ്ഥാനപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ മക്കൾ ഫോറിൻ രാജ്യത്ത് പോകുന്നു, വേഗം ധൃതിയിലാണ് അവർക്ക് സ്ഥാനം കൊടുക്കുന്നത്. പ്രിയ മക്കളെ, പ്രിയ സഹോദര സഹോദരി, അങ്ങനെ സ്ഥാനം കൊടുത്തിട്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ കർത്താവായ യേശു നമ്മുടെ ഹൃദയത്തിൽ വരണം. ഹൃദയത്തിൽ വരികയും അവനെ രക്ഷകനാക്കി സ്വീകരിക്കുകയും നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അവൻ്റെ രക്തതല്ലി കഴുകപ്പെട്ട് നമ്മൾ തന്നെത്താനെ നമുക്കൊരു ബോധം വരണം. അപ്പനോ അമ്മയോ സഹോദരങ്ങളോ പറഞ്ഞിട്ടല്ല നമ്മൾ സ്ഥാനപ്പെടേണ്ടത്, പാസ്റ്റർ പറഞ്ഞിട്ടല്ല നമ്മൾ സ്ഥാനപ്പെടേണ്ടത്. നമ്മുടേതായ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും, മകളെ നീ സ്ഥാനപ്പെടണം, മകനെ നീ സ്ഥാനപ്പെടണം. അപ്പോൾ മാത്രമേ നീ സ്ഥാനപ്പെടാവൂ. വേറൊരുത്തരുടെ നിർബന്ധപ്രകാരം നീ സ്ഥാനപ്പെട്ടാൽ യാതൊരു പ്രയോജനവുമില്ല. പെടാത്തവരും സ്ഥാനപ്പെട്ടിട്ടില്ലാത്തവരും ഒരുപോലെ ഉള്ളൂ. പ്രിയ മക്കളെ, അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 16 മുതൽ 34 വരെയുള്ള വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അതിൽ 34-ാമത്തെ വാക്യം, പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു, ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. പ്രൈസ് ദി ലോർഡ്. കാരാഗ്രഹ പ്രമാണിയും
കുടുംബവും, ജയിൽ സൂപ്രണ്ടും കുടുംബവും അവര് തലേ ദിവസം രാത്രി പൗലോസിനെയും ശീലാസിനെയും അടിച്ച് അകത്തേ മുറിയിൽ കൊണ്ടുപോയി ആമത്തിലിട്ട് പൂട്ടി, വെളിയിലും പൂട്ടി. അവര് ആ ജയിൽ സൂപ്രണ്ട് പോയി കിടന്നുറങ്ങി. ഇവര് ശരീരത്തൂടെ ചോരയൊലിക്കുന്നു, കാലേ കൂടെ ചോരയൊലിക്കുന്നു. അവരടിച്ചതാണ്. വെളിയിലും അടി കിട്ടി, അകത്ത് വന്ന് പോലീസുകാരും അടിച്ചു. എല്ലാവരുടെയും അടി കിട്ടി ചോരയൊലിച്ചോണ്ട് ഒരു 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 സാത്താൻ ബാധിച്ച ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും സാത്താനെ വിടുവിച്ചതിന് വേറെ അവർ ഒരു കുറ്റവും ചെയ്തില്ല. കൊല ചെയ്തില്ല, കള്ളം ചെയ്തില്ല, കള്ളത്താനം ചെയ്തില്ല, ലോകത്തിൽ ഒന്നും അവർ ചെയ്തില്ല. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും അവിടെ ശരീരത്തിലുള്ള ഭൂതത്തെ വിടുവിച്ചു. അത് മാത്രമേ അവർ ചെയ്തുള്ളൂ. അവിടെ നേതാവിന് ആദായം കുറഞ്ഞുപോയി. അവർക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടുന്ന ലക്ഷണം പറഞ്ഞ് ഇഷ്ടം പോലെ പൈസ കിട്ടുന്ന അന്ന് അവർക്കൊന്നും കിട്ടിയില്ല. കിട്ടാതെ വന്നപ്പോഴത്തേക്ക് വിവരം തിരക്കിയപ്പോൾ ഇവരാന്ന് പറഞ്ഞു. ഇവരെ രണ്ടുപേരെ അടിച്ച് ചന്തസ്ഥലത്ത് കൊണ്ടുപോയി അധികാരികളുടെ കയ്യിലും കൊടുത്ത് അടുപ്പിച്ച് ജയിലിൽ കൊണ്ടുപോയി അകത്തേ മുറിയില് ഭയങ്കര ഡെക്കോയിറ്റുകളെ കൊണ്ടുപോയി അകത്തെ മുറിയിലിടുന്ന പോലെ ഇവരെ മുറിയിലിട്ടു. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളൊരു മൂലയിലോട്ട് മാറിയിരുന്ന്, കർത്താവേ ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, നിന്റെ വേലയല്ലേ ഞാൻ ചെയ്യാൻ പോയത്, നിന്റെ നാമത്തിലല്ലേ ഞാൻ ഭൂതം വിടുവിച്ചത്, എന്നെ നിനക്ക് കാക്കാൻ മേലായിരുന്നോ, എന്നെ നീ എത്ര കാത്തു സൂക്ഷിക്കാഞ്ഞ് എന്നും പറഞ്ഞ് നമ്മളിരുന്ന് കരഞ്ഞേനെ. അവർ കരഞ്ഞില്ല മക്കളെ, അവർ പ്രാർത്ഥിച്ച് ദൈവത്തെ അങ്ങോട്ട് ആരാധിച്ചു. കൈ അടിക്കാനൊന്നും മേല, കയ്യിൽ എന്താണ്? ചങ്ങല കിടക്കുകയാണ്. ആ ചങ്ങലെ കൂടെ കൂട്ടി അടിച്ച് അവർ രണ്ടുപേരും കൂടെ ആരാധിച്ചു കാണും. രണ്ടുപേരും കൂടെ ഭയങ്കരത്തിൽ ആരാധിച്ചു. കൈദികളെല്ലാം, ജയിൽ പുള്ളികളെല്ലാം എഴുന്നേറ്റിരുന്നു. അവരുടെ മാത്രമല്ല, അവരുടെ കയ്യിലെ ചങ്ങലകൾ, കാലയിലെ ചങ്ങലകൾ, ആമത്തിലിട്ടതെല്ലാം അഴിഞ്ഞു താഴെ വീണു. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജയിൽ പുള്ളികളുടെയും കയ്യിലെയും കാലയിലെയും ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീണു. ഓടാമ്പലുകൾ തുറക്കപ്പെട്ടു. അവിടെ മാത്രമേ ഭൂകമ്പം നടന്നുള്ളൂ, വേറെ എങ്ങും ഭൂകമ്പം നടന്നില്ല. അവിടെ അങ്ങോട്ട് ഭൂകമ്പം നടന്നിട്ട് വാതിലെല്ലാം ഇങ്ങനെ അങ്ങോട്ട് ഊഞ്ഞാലാടുന്ന പോലെ ആടை എല്ലാം തുറക്കപ്പെട്ടു. കാരാഗ്രഹ പ്രമാണി എഴുന്നേറ്റ് നോക്കുമ്പോൾ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു കിടക്കുന്നു. ജയിൽ സൂപ്രണ്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ ജയിലിന്റെ വാതിലെല്ലാം തുറന്നു കിടക്കുന്നു. അവൻ തന്നെത്താനായിട്ട് മരിക്കാൻ ഒരുങ്ങി. ഉടനെ പൗലനും ശീലനും, അയ്യോ നിനക്കൊരു കേടും വരുത്തരുതേ, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും വെളിയിൽ ഇറങ്ങി നിൽക്കുകയാണ്, ഒരുത്തരും ഓടിപ്പോയില്ല. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾ നോക്കിക്കേ. അങ്ങനെ ഉടനെ ആ ജയിൽ സൂപ്രണ്ട് ഓടി വന്ന് ഇവരുടെ കാലയിലോട്ട് അടിച്ചതാ. തലേ ദിവസം അടിച്ച് ചോര ഒലിപ്പിച്ചതാ. ഓടി വന്ന് കാലയിലോട്ട് വീണിട്ട് ചോദിക്കുന്നു, സഹോദരന്മാരെ, ഞങ്ങൾ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? ഉടനെ അവർ പറയുന്നു, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. ഉടനെ അവരെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് ആഹാരമെല്ലാം കൊടുത്ത് അവരുടെ കാലയിലെയും കയ്യിലെയും അവരുടെ ശരീരത്തിലുള്ള മുറിവുകളെല്ലാം ക്ലീൻ ചെയ്ത് മരുന്നെല്ലാം പുരട്ടി ഇവരോട് സുവിശേഷം അങ്ങോട്ട് പറഞ്ഞു. ഇവർ രണ്ടുപേരും കൊണ്ട് ഈ ജയിൽ സൂപ്രണ്ടിനോട് കുടുംബത്തോടും എൻ്റെ യേശു ജീവിക്കുന്ന ദൈവമാണെന്നും യേശുവിൽ കൂടെ മാത്രമേ വിടുതലുള്ളെന്നും യേശുവിൽ കൂടെ മാത്രമേ രോഗസൗഖ്യം ഉള്ളെന്നും എല്ലാ വിവരവും അവരോട് പറഞ്ഞു. അവർ കുടുംബമായിട്ട് ദൈവത്തെ വിശ്വസിച്ച് അന്ന് തന്നെ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും പൗലോസിന്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അവർ കുടുംബമായി സന്തോഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിൽ സന്തോഷിച്ചു. നിങ്ങളുടെ കുടുംബത്തിൽ ഹൃദയത്തിൽ കർത്താവ് വന്നാൽ യഥാർത്ഥമായ സന്തോഷം ലഭിക്കും മക്കളെ. നിന്റെ കുടുംബത്തിൽ ദൈവം വരണം, നിന്റെ ഹൃദയത്തിൽ ദൈവം വരണം. നിന്റെ കുടുംബത്തിൽ ദൈവം വരണമെന്ന് വരികിൽ നിന്റെ കുടുംബത്തിൽ എന്തുണ്ടായിരിക്കണമെന്നറിയാവോ? കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. കുടുംബ പ്രാർത്ഥന
രാവിലെയും വൈകിട്ടും പാട്ടുപാടി ബൈബിള് വായിച്ച് പ്രാർത്ഥിക്കണം. കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിലേ നിന്റെ കുടുംബത്തിൽ ദൈവം വരത്തുള്ളൂ. നിന്റെ ഹൃദയത്തിൽ ദൈവം വരണമെന്ന് വരികിൽ നീ ബൈബിള് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഇടവിടാതെ പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് വരികിൽ മാത്രമേ ദൈവം നിന്റെ ഹൃദയത്തിൽ വരത്തുള്ളൂ, നിന്നിൽ വരത്തുള്ളൂ. നീ ദൈവമേ എന്ന് വിളിക്കുകയും വെറുതെ ബൈബിളും കൈപ്പിടിച്ച് പള്ളിയിൽ പോവുകയും 10 രൂപ സ്വത്രകാഴ്ച ഇട്ടിട്ട് വരികയും ചെയ്താൽ നിന്റെ ജീവിതത്തിൽ യാതൊരു സന്തോഷവും കിട്ടത്തില്ല മക്കളെ. എന്നിട്ട് വരുന്ന വഴിയെല്ലാം അവരുടെ കുറ്റം പറഞ്ഞ് ഇവരുടെ കുറ്റം പറഞ്ഞ് അവൾ ഉടുത്തിരിക്കുന്ന സാരി കണ്ടോ, അവൾ ഇട്ടിരിക്കുന്ന ആഭരണങ്ങൾ കണ്ടോ എന്നും പറഞ്ഞ് നുണയും കൊതിയും ചാടി പറഞ്ഞു വരരുത്. വന്നാൽ നിന്റെ ഗതി, നീ എത്ര ചർച്ചിപ്പോയെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഗതി നിത്യ നരകമേ. നിനക്ക് സ്വർഗരാജ്യം വേണമെന്ന് വരികിൽ നമ്മൾ എന്ത് ചെയ്യണം? യഥാർത്ഥമായ സന്തോഷം നമുക്ക് ലഭിക്കും. സന്തോഷം ലഭിക്കണമെന്ന് വരികിൽ പ്രിയ മക്കളെ, നിങ്ങളെല്ലാവരും ഈ രക്ഷയുടെ സന്തോഷം അനുഭവിച്ച് നോക്കാൻ, രക്ഷയുടെ സന്തോഷം അനുഭവിച്ച് നോക്കണം. ഞാൻ എൻ്റെ അപ്പൻ്റെ കാലം തൊട്ടേ മർത്തോമ്മയ, ഞാൻ എൻ്റെ അമ്മയുടെ കാലം തൊട്ടേ CSI, ഞങ്ങൾ കാതലിക്സ, ഞങ്ങൾ യാക്കോബയ എന്നും പറഞ്ഞ് നടന്നിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ സഭ വിടാനൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുക്കാൻ, പഴയ സമ്പ്രദായങ്ങളെല്ലാം വിട, കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷകനാക്കി സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇനി നമുക്കൊരു വാക്യം നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 20-ാമത്തെ വാക്യം. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പിൻ. പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെങ്കിലേ സന്തോഷിക്കാൻ നമുക്ക് വകയുള്ളൂ. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? നീ ആർക്ക് വേണ്ടിയാലും പ്രാർത്ഥിച്ചു, ചിലപ്പോൾ അവിടെ ദേഹത്തുനിന്ന് പിശാച് വിട്ടുപോയി കാണും, രോഗസൗഖ്യമാക്കി കാണും, അല്ലെങ്കിൽ അവളെ യേശുവിനെ സ്വീകരിച്ചു കാണും. അതിലൊന്നും നീ സന്തോഷിക്കണ്ട. നീ സന്തോഷിക്കേണ്ടത് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടോ? എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സന്തോഷിക്കണം. അതിലല്ലാതെ നമുക്ക് വേറൊരു സന്തോഷവും ലഭിക്കത്തില്ല. ആ ജീവന്റെ പുസ്തകത്തിൽ പേരില്ല എങ്കിൽ നമുക്കറിയാമല്ലോ, ധനവാനും ലാസറും, ധനവാന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഇല്ല. അതുകൊണ്ട് അവനെ എന്തുവാ പറയുന്നേ? ധനവാൻ എന്ന്. അവന് പേരില്ലയോ? അവൻ എത്രയോ വീടുകളിലെല്ലാം അവന് പേരുണ്ട്, പക്ഷെ അവന്റെ പേര് എവിടെയില്ല? ജീവന്റെ പുസ്തകത്തിൽ ഇല്ലാത്തതുകൊണ്ട് അവന്റെ പേര് പറയുന്നില്ല. ധനവാൻ എന്നാ പറയുന്നത്. അതേസമയം പാവപ്പെട്ട ലാസറിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്, അതുകൊണ്ട് ലാസർ എന്ന് പറയുന്നു. പ്രിയ സഹോദര സഹോദരി, പ്രിയ മക്കളെ, നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടോ? നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കണം. എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ എൻ്റെ യേശു വസിക്കുന്നുണ്ടോ? ഞാൻ എത്ര അധ്യായം ബൈബിൾ ഒരു ദിവസം വായിക്കുന്നുണ്ട്? ഞാൻ എത്ര നേരം പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കാം. നമ്മളിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ, ആ പരിശുദ്ധാത്മാവിൻ്റെ തീ നമ്മുടെ മേലുണ്ടെങ്കിൽ, ആ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് നമ്മുടെ മേലുണ്ടെങ്കിൽ, ആ പരിശുദ്ധാത്മാവിൻ്റെ മഴ നമ്മുടെ മേലെ പെയ്യുന്നുവെങ്കിൽ നമ്മൾ ഒരു സാത്താനെയും പേടിക്കണ്ട. ഒരു കാരണവശാലും ഒന്നിനും പേടിക്കണ്ട. ധനവാൻ എവിടെയാ പോയത്? തീപ്പൊയ്കയിലാണ് പോയത്. ലാസർ എവിടെ പോയി? സ്വർഗരാജ്യത്തിൽ അബ്രഹാം പിതാവിന്റെ മടിയിൽ പോയി. എനിക്കും എൻ്റെ അബ്രഹാം പിതാവിന്റെ, എൻ്റെ യേശു അപ്പച്ചൻ്റെ വലത്തുകടയിൽ ഇരിക്കണം, എൻ്റെ യേശുപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഇരിക്കണം, എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിക്കണം, സ്തുതിക്കണം, എനിക്കവിടെ പോകണം എന്നൊരു നിരീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നിരീക്ഷ ഉള്ളവർക്ക് മാത്രമേ ആ സന്തോഷം കിട്ടത്തുള്ളൂ. ആ രക്ഷയുടെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് വരിൽ നമുക്ക് ആ നിരീക്ഷ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വെളിപ്പാട് 20-ാം അധ്യായം 15-ാമത്തെ വാക്യം. തീപ്പൊയ്യ രണ്ടാമത്തെ മരണം.
ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ലോകത്തിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ പേരെവിടെ കാണണം? ജീവന്റെ പുസ്തകത്തിൽ കാണണം. ഇല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ യാതൊരു അവകാശവുമില്ല. നമ്മൾ എങ്ങോട്ട് പോകും? തീപ്പൊയ്കയിലേക്ക് പോകും. പ്രിയ മക്കളെ, നമ്മൾ തീപ്പൊയ്കയിൽ പോകരുത്. ഒരു കാരണവശാലും ആ തീപ്പൊയ്കയിൽ പോകാനല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം വസിക്കുന്ന ആലയമാണിത്. ഈ ആലയത്തിൽ ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും നമ്മൾ തീപ്പൊയ്കയിൽ പോകത്തില്ല. ആ രക്ഷയുടെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിനെപ്പറ്റി പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. പ്രിയ മക്കളെ, ഞാൻ നിങ്ങളോട് ഒരു ചെറിയ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം എനിക്ക് ദുബായിൽ നിന്നും ഒരു ചെറുക്കൻ 30 വയസ്സോ 32 വയസ്സോ ഉള്ളൂ, 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുള്ളതാണ്. അവന് ICUലും അല്ല, വെന്റിലേറ്ററിൽ. അവൻ്റെ ലങ്സ് എല്ലാം പോയി, ഇനി രക്ഷയില്ല, മാറ്റി വയ്ക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. 3 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് അവർ കരഞ്ഞു വിളിക്കാൻ തുടങ്ങി. ഞാൻ ഉടനെ അവരോട് പറഞ്ഞു, ഡോക്ടർ അല്ലല്ലോ അവനെ സൃഷ്ടി ചെയ്തത്, സൃഷ്ടികർത്തനായ യേശു ക്രിസ്തു. നമുക്ക് കണ്ണ് കാഴ്ചയില്ലെങ്കിൽ കണ്ണിന്റെ ഡോക്ടറിന്റെ അടുത്ത് പോകണം. ഹാർട്ടിന് പ്രോബ്ലം ആണെങ്കിൽ ഹാർട്ടിന്റെ ഡോക്ടറിന്റെ അടുത്ത് പോകണം. എല്ലിന് പ്രോബ്ലം ആണെങ്കിൽ എല്ലിന്റെ ഡോക്ടർ. അങ്ങനെ ഓരോന്നിനും ഓരോ ഡോക്ടർമാരാ. നമുക്കതേ സമയം അവന്റെ സ്വരൂപത്തിലും അവന്റെ ഛായയിലും നമ്മളെ സൃഷ്ടി ചെയ്തിരിക്കുക. നമുക്ക് എന്ത് പറ്റിയെന്നുള്ളത് ആർക്കറിയാം? സൃഷ്ടികർത്തനായ ദൈവത്തിനറിയാം. നിങ്ങൾ ഭയപ്പെടേണ്ട. ആ കുഞ്ഞിന്റെ മുഖം ദൈവം കാണും. 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിന്റെ മുഖം ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഭയപ്പെടണ്ട. അവന്റെ മേത്തോട്ടൊന്ന് കൈവെക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ആ വെന്റിലേറ്ററിലാണ്, അവിടെ കയറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ച് തീർന്നു കഴിയുമ്പോൾ അവൻ കണ്ണു തുറക്കും, നിങ്ങൾ നോക്കിക്കോളാൻ പറഞ്ഞു. ഞാൻ അവർക്ക് വേണ്ടി അവന് വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിച്ചത്. 6 മാസം പ്രായമുള്ള കുഞ്ഞിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. കാരണം ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് അവൻ മരിച്ചു പോയാലും എവിടെയെങ്കിലും ചെറുക്കന്മാരെ കിട്ടും. ആ കുഞ്ഞിന് അപ്പനെ കിട്ടത്തില്ല. ആ കുഞ്ഞിൻ്റെ ഗതി അനാധീനമാകരുതെന്നുള്ള ഇതിൽ ഞാൻ അങ്ങോട്ട് അലമുറയിട്ട് ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിച്ചു. എനിക്കങ്ങ് നെഞ്ചു പൊട്ടുന്ന പോലത്തെ വേദന വന്നു. ആ കുഞ്ഞിനെ ഓർത്ത് ഞാൻ അങ്ങോട്ട് കരയാൻ തുടങ്ങി. കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ മനുഷ്യൻ ഇപ്പം തന്നെ കണ്ണു തുറക്കും, യാതൊരു കുഴപ്പവും ഇല്ലായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞിരിക്കുന്നു, ആൻറ്റി നിങ്ങൾ പ്രാർത്ഥിച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ കണ്ണു തുറന്നു, ഇപ്പോൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. നമ്മുടെ ദൈവം ആരാ മക്കളെ? നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അതുപോലെ തന്നെ കറുകച്ചാലിനും എനിക്കൊരു മനുഷ്യൻ്റെ ഫോൺ വന്നു. ഭയങ്കര വയറ് വീർക്കുകയാണ്, ഒരു ഭക്ഷണവും കഴിക്കാൻ മേല, യാതൊന്നും കഴിക്കാൻ മേല, എന്ത് ചെയ്യണമെന്നും പറഞ്ഞ് അയാൾ കരഞ്ഞുകൊണ്ട് എല്ലാ ഡോക്ടർമാരെയും കാണിക്കുന്നു. ഒരുപാട് രൂപ ചിലവായി, ഇനി എൻ്റെ കയ്യിൽ രൂപയുമില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ്, സിസ്റ്ററെ നിങ്ങളുടെ TV പ്രോഗ്രാം ഞാൻ ഇന്ന് കണ്ട്, ഞാൻ നിങ്ങളുടെ നമ്പർ എഴുതിയെടുത്ത് ഞാൻ നിങ്ങൾക്ക് ഫോൺ ചെയ്യാമെന്നും പറഞ്ഞ അയാൾ എനിക്ക് ഫോൺ ചെയ്തിരുന്നു. ഞാൻ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് സ്വല്പം 1 ഗ്ലാസ് വെള്ളം എടുക്കാൻ പറഞ്ഞു. വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ വെള്ളം കുടിക്കേ, നിങ്ങളുടെ വയർ ഇപ്പോൾ തന്നെ ചൊങ്ങുമെന്ന് പറഞ്ഞു. ഇച്ചിരി എണ്ണ എടുക്കാൻ പറഞ്ഞു. ആ എണ്ണ പ്രാർത്ഥിച്ച് നിങ്ങളുടെ തലയിൽ വെക്കാൻ പറഞ്ഞു, നിങ്ങളുടെ വയറയിലും തൂക്കാൻ പറഞ്ഞു. അത്രയും പറഞ്ഞു ഞാൻ ഫോൺ വെച്ചു. എനിക്ക് കഴിഞ്ഞ ദിവസം ഫോൺ ചെയ്ത് പറയുന്നു, എൻ്റെ വയർ അന്നേരമേ, ആ വെള്ളം കുടിച്ച നിമിഷമേ എൻ്റെ വയറ് ചൊങ്ങി, ഞാനിപ്പോൾ ആഹാരം കഴിക്കുന്നു, എനിക്കിപ്പോൾ വയറ്റിൽ യാതൊരു വേദനയുമില്ല. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്, സർവവ്യാപിയായ ദൈവമാണ്, സർവജ്ഞാനിയായ ദൈവമാണ്. അവനന്ത ദേവരു വേറെ എങ്ങുമില്ല. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിനു വേണ്ടി, ദൈവത്തിനു മുമ്പിൽ നിങ്ങൾക്ക് മുട്ടുകുത്താൻ പറ്റുന്നവർ മുട്ടുകുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എന്ത് കഷ്ടമുണ്ടെങ്കിലും വേദനയുള്ള ഭാഗത്ത് ഒരു കരം വയ്ക്കുക, ഒരു കരം മേളിലോട്ട് ഉയർത്താൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്.
ഹാലേലുയാ, സ്തോത്രം 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 സ്തോത്രം. ഹാലേലുയാ, സ്തോത്രം. കരുണാസമ്പന്ന നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ദൂരത്തും ചാരത്തും ആയിരിക്കണം മക്കളും ആട്ട് നിന്റെ അടുത്ത് വരുന്നപ്പാ, നീ അനുഗ്രഹിക്കണമേ. ഒരിക്കലും നച്ചുവാൻ നീ സമ്മതിക്കല്ലപ്പാ, തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പാ. നിനക്ക് വേണ്ടി ജീവിക്കുന്ന മക്കളാക്കി തീർക്കണമേ കർത്താവേ. രക്ഷയുടെ സന്തോഷം കിട്ടാത്തവർക്ക് ആ രക്ഷയുടെ സന്തോഷം എന്താണെന്ന് അറിയിച്ചു കൊടുക്കണമേ അപ്പാ കർത്താവേ. അവരറിയുവാനും അനുഭവിക്കുവാനും നീ ഇടയാക്കണമേ അപ്പാ കർത്താവേ. നീ കൈവിടല്ലപ്പാ. നിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കാൻ സ്തോത്ര. നിന്റെ വരവിങ്കൽ പ്രത്യാശയോടുകൂടെ മേങ്ങളിൽ എടുക്കപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെ ഇടയാക്കണമേ അപ്പാ. കൈവിടല്ലപ്പാ. ആരും വെക്കി കന്തോളൂ ഉരിവ കർത്താവേ. തീപ്പൊയ്കൽ പോകുവാൻ നീ വിടല്ലപ്പാ. തീപ്പൊയ്കയിൽ പോകുവാൻ നീ വിടല്ലപ്പാ. എല്ലാവരും നിന്നെ സ്തുതിച്ചോ ആരാധിച്ചും ജീവിപ്പാൻ നീ സഹായിക്കണമേ കർത്താവേ. നിന്റെ പൊന്നുകരം കൂടെ ഇരിക്കണമേ കർത്താവേ. പരാലിസിസ് അടിച്ച് എത്രയോ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പാ. കാൻസർ രോഗത്താൽ എവിടെ നോക്കിയാലും എവിടുന്നെല്ലാമാണ് കർത്താവേ കാൻസർ രോഗികളുടെ ഫോൺ വരുന്ന കർത്താവേ. എവിടെ നോക്കിയാലും കാൻസർ രോഗികളാണല്ലോ കർത്താവേ. അവർക്ക് നീ സമ്പൂർണ്ണ വിടുതലിനെ കൊടുക്കണമേ. സമ്പൂർണ്ണ വിടുതലിനെ കൊടുക്കണമേ കർത്താവേ. അവർക്ക് രക്ഷയുടെ അനുഭവം നീ കാണിച്ചു കൊടുക്കണമേ കർത്താവേ. അപ്പാ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കർത്താവേ. അപ്പാ നിന്നെ സ്തുതിച്ചു ആരാധിച്ചു കർത്താവേ. അപ്പാ നിന്റെ പാദവൃത്തങ്ങൾ താണിരിക്കുന്ന മക്കളും താഴ്ത്തി ഏൽപ്പിക്കുന്ന മക്കളും ആക്കി തീർക്കണമേ അപ്പാ. ഞാൻ എൻ്റെ കല്ല് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവെങ്കിൽ നിന്ന് വരുന്നെന്ന് പറയുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ കാല് കല്ലിൽ തട്ടാതെ വണ്ണം കാക്കേണ്ടതിന് നിന്റെ ദൂതന്മാരെ നിർത്തിയിരിക്കുന്ന കുറവയ്ക്കാകി സ്തോത്രം കർത്താവേ. അപ്പാ കൂരിയുടെ താഴ്വരകൾ കൂടെ നടന്നാലും നിനക്ക് യാതൊരു അനർത്ഥവും സംഭവിക്കില്ല നീ പറഞ്ഞിരിക്കുന്നല്ലപ്പാ കർത്താവേ. യാതൊരു അനർത്ഥവും ആർക്കും വരുവാൻ നീ വിടല്ലപ്പാ. എല്ലാവരും നിന്നെ സ്തുതിച്ചു ആരാധിച്ചും ജീവിക്കുന്ന മക്കളാക്കി തീർക്കണമേ. നിന്റെ പാദവൃത്തങ്ങൾ താണിരിക്കുന്ന മക്കളാക്കി തീർക്കണമേ. താഴ്ത്തി ഏൽപ്പിക്കുന്ന മക്കളാക്കി തീർക്കണമേ കർത്താവേ. അപ്പാ കല്യാണമാകാതെ കർത്താവെ വിവാഹം നടക്കാതെ എത്രയോ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പാ. അവരുടെ വിവാഹം നടത്തി കൊടുക്കണമേപ്പാ. 30, 35, 40 വയസ്സ് വരെയുള്ള എത്രയോ ജനങ്ങളപ്പാ കഷ്ടപ്പെടുന്നല്ലപ്പാ. മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് മക്കളെ കൊടുക്കണമേ. വീട് പണി പൂർത്തിയാകാത്തവർക്ക് വീട് പണി പൂർത്തിയാക്കി കൊടുക്കണമേ. സ്ഥലങ്ങൾ വിൽക്കാനിട്ടിരിക്കുന്നല്ല കടഭാരത്താല് അതെല്ലാം വിറ്റ് കടഭാരം തീർത്ത് കർത്താവേ. നിന്നെ സ്തുതിച്ചു ആരാധിച്ചും ജീവിക്കുന്ന മക്കളാക്കി തീർക്കണമേ. കൈവിടല്ലപ്പാ. എല്ലാ പാസ്റ്റർമാരെ, എല്ലാ ഇവാഞ്ചലിസ്റ്റുകളെ, എല്ലാ അച്ഛന്മാരെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ സുവിശേഷം 5 വൻകരയിൽ എത്തിച്ചേരുവാൻ നീ സഹായിക്കണമേ അപ്പാ. കൈവിടല്ലപ്പാ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ കർത്താവേ. അപ്പാ നീ കൈവിടല്ലപ്പാ. ഓരോരുത്തരെ നീ തൊടണമേ. മുട്ടുവേദന, വയറ്റുവേദന കർത്താവെ, തലവേദന അപ്പ ഏതെല്ലാം വേദനകളാൽ കഷ്ടപ്പെടുന്നപ്പാ ഞങ്ങളുടെ നോവുകളെ, ഞങ്ങളുടെ പാപങ്ങളെ, ഞങ്ങളുടെ ശാപങ്ങളെ നിന്റെ ശരീരത്തിൽ വഹിച്ചല്ലപ്പാ. നിന്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നപ്പാ. നിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നപ്പാ. കർത്താവേ നീ സൗഖ്യം തന്നിരിക്കുന്ന കൃപയ്ക്കാകി സ്തോത്ര. ആത്മീയമാകി ഭൗമ്യമാകി നീ എല്ലാവരും ഉണർത്തണമേ കർത്താവേ. അപ്പാ നീ അനുഗ്രഹിക്കണമേ അപ്പാ. കൈവിടല്ലപ്പാ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ.